Hi everyone, this is Abdul Rashid from Motis Academy ചെറുപ്പശ്ശേരി. ES6-ൻ്റെ ആരോ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ മാപ്പ് ഫിൽട്ടർ റെഡ്യൂസ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള ക്ലാസ്സാണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത്. സോ ആദ്യം നമുക്ക് എന്താണ് ഒരു നോർമൽ ഫംഗ്ഷൻ ചെയ്യാം. നോർമൽ ഫംഗ്ഷൻ എന്താണ്? നമ്മൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളെന്താ ഫംഗ്ഷൻ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ്റെ കീവേഡ് ഡിക്ലെയർ ചെയ്യുക. എന്നിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യാം, മൈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഫംഗ്ഷൻ നെയിം കൊടുക്കുന്നു. ഈ മൈ ഫംഗ്ഷൻ നെയിമിൽ നമ്മളെന്താണ് ഒരു പാരന്തസിസ് ഓപ്പൺ ചെയ്ത് നമ്മളുടെ കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് നമുക്ക് എന്താണ് വേണ്ട ഫംഗ്ഷൻ എന്നുള്ള എന്താണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ ഞാൻ എന്ത് പറഞ്ഞു, കൺസോൾ ഡോട്ട് ലോഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ 10x30 എന്ന് പറഞ്ഞു. ഇനി നമുക്കെന്താണ് ഇതിനെ റൺ ചെയ്യിച്ചു കഴിഞ്ഞാൽ നമുക്കെന്താണ് ഔട്ട്പുട്ട് കിട്ടുമോ? ഇല്ല, കിട്ടില്ല. കാരണം എന്താ, നമ്മൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടില്ല. ഈ ഫംഗ്ഷനെ എവിടെ കോൾ ചെയ്യുന്നോ അവിടെ മാത്രമേ എന്ത് വർക്കാവുള്ളൂ, ഈ ഫംഗ്ഷൻ വർക്ക് ആവുകയുള്ളൂ, ഈ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഇനി നമ്മൾ ഈ ഫംഗ്ഷനെ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്താണ് 100 എന്ന് പറയുന്ന ഔട്ട്പുട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റി. അതുപോലെ തന്നെ നമുക്ക് ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യാം. ആർഗ്യുമെൻറ്റിൻ്റെ പാരാമീറ്റർ ആയിട്ട് എടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 10 പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ സെൻഡ് ചെയ്തു. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ പാരാമീറ്റർ ഈ ഒരു 12നെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ ഒരു വേരിയബിൾ അസൈൻ ചെയ്തു. എന്നിട്ട് എന്താണ്, ഞാനിവിടെ a×10 എന്ന് പറഞ്ഞാലും നമുക്കെന്താണ് ഔട്ട്പുട്ട് സെയിം ആയിരിക്കും. കാരണം ഈ ഫംഗ്ഷനെ വിളിക്കുമ്പോൾ 12 എന്ന് പറയുന്ന ഒരു ആർഗ്യുമെൻറ്റ് ഇവിടുന്ന് സെൻഡ് ആവുന്നുണ്ട്. ഈ പാരാമീറ്റർ എന്തെന്ന് ചെയ്യുന്നുണ്ട്, അതിനെ ആക്സസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് നമുക്കെന്താണ് 12x10 എത്ര 120 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് വേണ്ടത്, ആരോ ഫംഗ്ഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ആരോ ഫംഗ്ഷന് നമുക്കെന്താണ്, ഈ ഫംഗ്ഷൻ്റെ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഈ കീവേഡിൻ്റെ ആവശ്യം നമുക്കില്ല. നമുക്ക് എന്ത് പറയാം, ഇവിടെ കോൺസ്റ്റ് മൈ ഫംഗ്ഷൻ ഈക്വൽ ടു എന്ത് പറഞ്ഞു, ഈ ഫംഗ്ഷൻ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മളെന്താണ് ആ ഒരു പാരന്തസിസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ട് നമുക്കെന്താണ് ഇവിടെ ഒരു ഈക്വൽ ടു ഒരു ഗ്രേറ്റർ ദാൻ സിമ്പിളും ഇട്ട് കഴിഞ്ഞാൽ ഇതെന്തായി, ആരോ ഫംഗ്ഷനായി. ഈ എന്ന് പറയുന്നത് എന്താണ്, ഇവിടുന്ന് അങ്ങോട്ട് പാസ് ചെയ്യുന്ന ആർഗ്യുമെൻ്റാണ്. സോ ഞാൻ ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്താണ് ഈ ഏന് ഇവിടെ നമ്മൾ റിമൂവ് ചെയ്തു, ഇവിടെ 12 എന്ന് കൊടുത്തു. ഇനി നമുക്കെന്താണ് ഈ ഫംഗ്ഷൻ റൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റി, നമ്മളുടെ സെയിം ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി, ഇവിടെ കാണാൻ വേണ്ടി പറ്റി. അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്, ആരോ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ ആരോ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വെബ് ഡെവലപ്മെൻറ്റിൻ്റെ ഇപ്പോൾ റിയാക്റ്റിലായാലും നോഡിലായാലും ES6-ൻ്റെ ന്യൂ ഫീച്ചറായ ഈ ആരോ ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ഫംഗ്ഷണൽ പ്രോഗ്രാമിങ് നമ്മളുടെ ബാക്ക് എൻഡിലും ഫ്രണ്ട് എൻഡിലും നമ്മൾ പോസിബിൾ ആക്കുന്നത്. സോ ഇനി നമുക്കെന്താണ് അനോണിമസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അനോണിമസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ എന്തുണ്ടായിരിക്കില്ല, ഒരു നെയിം ഉണ്ടായിരിക്കില്ല. സോ ജസ്റ്റ് എന്തുണ്ടാവുള്ളൂ, ഒരു അസൈനിങ് ഓപ്പറേറ്റർ ഉണ്ടായിരിക്കില്ല. ജസ്റ്റ് എന്താണ്, ഇതിന് പകരം ഒരു ബ്രാക്കറ്റ് ഉണ്ടാവും. അതിന് പകരം എന്താണ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ ഈ ബ്രാക്കറ്റിൻ്റെ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ഒരു അനോണിമസ് ഫംഗ്ഷൻ ഉണ്ടാകുക. ആ അനോണിമസ് ഫംഗ്ഷൻ എന്താ എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഒരു ആരോ ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു നോർമൽ ഫംഗ്ഷനോ എഴുതി കഴിഞ്ഞാൽ അത് റൺ ആവണമെങ്കിൽ അതിന് എന്ത് ചെയ്യണം, നമ്മളിവിടെ കോൾ ചെയ്യണം അല്ലേ. പക്ഷെ ഇവിടെ എന്താണ്, നമുക്ക് അനോണിമസ് ഫംഗ്ഷൻ ആവുക കാരണം നമുക്ക് എന്ത് ചെയ്യണ്ട, അതിനെ കോൾ ചെയ്യണ്ട. ജസ്റ്റ് അതിൻ്റെ ആ ഓപ്പണിംഗ് ബ്രാക്കറ്റും ക്ലോസിങ് ബ്രാക്കറ്റും നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ ക്ലോസ് ചെയ്താൽ മതി. ഞാൻ എന്താണ് ഇവിടെ 2x10 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഈ പേജ് ഓപ്പൺ ആവുന്നപ്പോൾ തന്നെ അല്ലെങ്കിൽ ഈ സ്ക്രിപ്റ്റ് റൺ ആകുമ്പോൾ തന്നെ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യാതെ തന്നെ ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യും, ഇൻവോക്ക് ചെയ്യും. അതൊരു പേജിലായാലും വെബ്സൈറ്റിൻ്റെ പേജിലായാലും ശരി, ബാക്ക് എൻഡിലായാലും ശരി, ഫ്രണ്ട് എൻഡിലായാലും ശരി, നമുക്കെന്താണ് ആ ഫംഗ്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫംഗ്ഷനെ വിളിക്കാതെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്തു, അതിനെ ഇൻവോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇതന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അനോണിമസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെന്താണ് 2 ഫംഗ്ഷനും പഠിച്ചു. ഒരു അനോണിമസ് ഫംഗ്ഷൻ എന്തിനാണ്, ആ പേജ് ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കൊരു പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കെന്താണ് ഇത്തരത്തിലുള്ള അനോണിമസ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ ഭാഗത്ത് ആ ഒരു ടാസ്ക് വേണമെങ്കിൽ മാത്രം ആ ഒരു ഫംഗ്ഷൻ റണ്ണായാൽ മതിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ യൂസ് ചെയ്ത മാതിരി ഫംഗ്ഷൻ നെയിം കൊടുത്തിട്ടുള്ള ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എന്ത് ചെയ്തു, ഇതിനെ
ഇതിനെ കമൻറ്റ് ചെയ്ത് വെച്ചു. നമ്മളുടെ മുന്നത്തെ ഫംഗ്ഷനെ ഞാൻ എന്ത് ചെയ്യാണ് ഇവിടെ കമൻറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മാപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം എങ്ങനെ ചെയ്യാൻ നോക്കാം. മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറേ ഓഫ് ഒബ്ജക്റ്റ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു എംപ്ലോയീസ് എന്നുള്ള ഒരു അറേ ക്രിയേറ്റ് ചെയ്യാണ്. ഒരു എംപ്ലോയീസ് എന്നുള്ള അറേ ക്രിയേറ്റ് ചെയ്തു. ആരുടെ ഉള്ളിൽ എന്താണ്, ആ എംപ്ലോയീസിൻ്റെ ഒന്നിൽ കൂടുതൽ എംപ്ലോയീസ് ഉണ്ടാവില്ലേ, ആ എംപ്ലോയീസിൻ്റെ റിലേറ്റഡ് ഡാറ്റ ആയിരിക്കും എന്തുണ്ടാകുക, ആ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലുണ്ടാകുക. സോ ഞാൻ എന്ത് ചെയ്തു, ആ അരയുടെ ഉള്ളിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഒബ്ജക്റ്റ് എന്താണ്, അര എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് പഠിക്കുന്ന സമയത്ത് തന്നെ ES6-ൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് പറയുന്നത് റാഷിദ് എന്ന് പറയുന്ന ഒരു എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് ആണ്. അതുപോലെ തന്നെ റാം എന്ന് പറയുന്ന എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് ആണ്. അന്ന എന്ന് പറയുന്ന എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് ആണ്. സോ ഇത് ഒരു അറേ ഓഫ് ഒബ്ജക്റ്റ് ആണല്ലേ. സോ ഈ അറേ ഓഫ് ഒബ്ജക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യണം, പ്രിൻറ്റ് ചെയ്ത് കിട്ടണം. ഓരോ വാല്യൂം ഇതിൻ്റെ ഓരോ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ അറേ ഓഫ് ഒബ്ജക്റ്റ് ആകാം. ആ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എന്താണ് പ്രിൻറ്റ് ചെയ്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ES6-ൻ്റെ പുതിയ ഫീച്ചറായ മാപ്പ് ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ യൂസ് ചെയ്യാണ്. സോ എങ്ങനെ നമുക്ക് അതിനെ അപ്ലൈ ചെയ്യാം. ഞാനിവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്. എന്താണ്, കോൺസ്റ്റ് എംബ് നെയിം എന്ന് പറഞ്ഞിട്ട് നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് അതിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, നമ്മളുടെ ഈ എംപ്ലോയീസിലുള്ള കംപ്ലീറ്റ് അറേ ഓഫ് ഒബ്ജക്റ്റിനെയും ഞാൻ എന്ത് ചെയ്യാണ്, ഇതിലേക്ക് അപ്ലൈ ചെയ്യാണ്. എന്ത് പറഞ്ഞു, എംപ്ലോയീസ് എന്ന് പറഞ്ഞു. എംപ്ലോയീസിന് നമുക്ക് എന്ത് ചെയ്യണം, മാപ്പ് ചെയ്യണം. മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഈ ഒരു അറേ ഓഫ് ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലൂടെ ട്രാവേഴ്സ് ചെയ്തിട്ട് ഇതിലെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കംപ്ലീറ്റ് എംപ്ലോയിയുടെ ഡീറ്റെയിൽസും ഫെച്ച് ചെയ്തിട്ട് നമുക്ക് എവിടെ വേണം, എംബ് ഡീറ്റെയിൽസിൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ്, അതിന് 2 ആട്രിബ്യൂട്ടാണ് സാധാരണ വരിക. എന്താണ് രണ്ട് ആട്രിബ്യൂട്ട്, ഇവിടെ നമുക്ക് എന്താണ് അതിനെ ഫെച്ച് ചെയ്തിട്ട് ഇവിടെ മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഒരു അരേ ഉണ്ടാവും. അതിന് നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാൻ ഞാൻ എന്ത് കൊടുത്തു, എംബ് എന്ന് കൊടുത്തു. ഇനി എന്താണ് പിന്നെ ഉണ്ടാവുക, അതിൻ്റെ ഒരു ഇൻഡെക്സ് വാല്യൂ ഉണ്ടാവും. ആ ഇൻഡെക്സ് വാല്യൂവിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻഡെക്സിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ വേരിയബിൾ ഉണ്ടാകുക. ഇനി ഞാൻ എന്ത് പറഞ്ഞു, ഒരു ആരോ ഫംഗ്ഷൻ അതിൻ്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്തു. ഇനി ഞാൻ താഴെ വരികയാണ് കേട്ടോ. താഴെ വരുമ്പോൾ നമുക്ക് എന്താണ് ആരോ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് നമ്മളെന്താണ് ഈ എംബിലാണ് നമ്മളുടെ എന്തുണ്ടാകുക, ഓരോ ഫസ്റ്റ് ഇതിലൂടെ ട്രവേഴ്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ നെയിമിനെ ഈ ഫസ്റ്റത്തെ ഇൻഡെക്സ് 0 ആയിട്ടുള്ള ഈ ഒരു കംപ്ലീറ്റ് ഒബ്ജക്റ്റിനെ ഈ എംബിൻ്റെ ഉള്ളിലാക്കും. അപ്പോൾ നമ്മളെന്ത് പറയും, അതിനെ പ്രിൻറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യണമെന്ന് പറയാം. നമ്മളെ ടെംപ്ലേറ്റ് ലിറ്ററൽസ് യൂസ് ചെയ്യുക. ടെംപ്ലേറ്റ് ലിറ്ററൽസ് യൂസ് ചെയ്തിട്ട് ഞാൻ എന്ത് പറഞ്ഞു, ഡോളർ കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എംബ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താണ്, അപ്പോൾ അതുണ്ടോ ഇത് നമുക്കിവിടെ നമ്മളിവിടെ യൂസ് ചെയ്തു കാണിച്ചു തന്നു. എംബ് നെയിം ഈ സെറ്റ് ഞാൻ എന്ത് പറഞ്ഞു, വീണ്ടും ഡോളർ നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മളെന്താണ് ഇൻഡെക്സിൽ അതിൻ്റെ ഇൻഡെക്സ് കൂടി പ്രിൻറ്റ് ചെയ്യാണ്. എന്താണ് അതിൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഓരോന്നിനും ഓരോ ഇൻഡെക്സ് ഉണ്ടാവും. ഇതിൻ്റെ 0 ആയിരിക്കും, ഇതിൻ്റെ 1 ആയിരിക്കും, 2 ആയിരിക്കും, 3 ആയിരിക്കും, 4 ആയിരിക്കും അല്ലേ. അപ്പോൾ ഓരോന്നിനും എന്തുണ്ടാവും, അതിൻ്റെ ഒരു ഇൻഡെക്സ് കൂടി ഉണ്ടാവും. ഇനി ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കൺസോൾ ഡോട്ട് ലോഗിൽ വന്നിട്ട് കൺസോൾ ഡോട്ട് ലോഗിൽ ഞാൻ എന്താണ് ഈ എംബ് നെയിം കൊടുക്കുകയാണ്. ഈ എംബ് നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ എംബ് നെയിമും ഇൻഡെക്സും പ്രിൻറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് എന്താണ് അതിനെ റൺ ചെയ്യാം, റൺ കോഡ് കൊടുക്കാം. സോ കണ്ടില്ലേ, നമുക്ക് എന്താണ് റാഷിദ് എന്ന് പറഞ്ഞിട്ടുള്ള നെയിം കിട്ടി, എംപ്ലോയിയുടെ ഫസ്റ്റ് നെയിം കിട്ടി, റാഷിദ് റാം അന്ന പ്രേം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അതിൻ്റെ ഇൻഡെക്സ് നമ്പറും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി, ഇവിടെ കാണാൻ വേണ്ടി പറ്റി. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഇപ്പോൾ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് ആണെങ്കിലും ഇനി നമുക്കെന്താണ് ഒരു പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ആണെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാപ്പ് യൂസ് ചെയ്തിട്ട് ഒരു JSON-ൽ നിന്നോ അല്ലെങ്കിൽ ഒരു ബാക്ക് എൻഡ് API-യിൽ നിന്നോ നമ്മൾ ഡാറ്റ ഫ്രണ്ട് എൻഡിലേക്ക് ഫെച്ച് ചെയ്യുന്നത്. ആ ഫെച്ച് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മളുടെ ഫ്രണ്ട് എൻഡ് റിയാക്റ്റ് പഠിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് അതിനെ പറ്റിയിട്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും. സോ നമുക്കെന്താണ് ഇനി അടുത്തത് എന്താണ്, ഇനിയിപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഇവിടെ നമുക്ക് എന്താണ് ഇപ്പോൾ സാലറി യൂസ് ചെയ്യണം. അപ്പോൾ ഇതിനെ ഇപ്പോൾ നമ്മൾ ടെംപ്ലേറ്റ് ലിറ്ററൽസ് യൂസ് ചെയ്യാതെ തന്നെ ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇവിടെ ഞാൻ എംബ് ഡോട്ട് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അവരുടെ ആ ഒരു ഈ എംപ്ലോയി എന്ന് പറയുന്ന ഈ എംബ് എന്ന് പറയുന്ന അരയിലുള്ള എല്ലാ എംപ്ലോയീസിൻ്റെ സാലറി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇവിടെ പ്രിൻറ്റ് ചെയ്യാനും വേണ്ടി പറ്റും.
സോ അങ്ങനെ രണ്ട് രീതിയിൽ ടെംപ്ലേറ്റ് ലിറ്ററലിലല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയും യൂസ് ചെയ്യാം. ടെംപ്ലേറ്റ് ലിറ്ററലി നമ്മൾ യൂസ് ചെയ്ത് എന്താ വെച്ചാൽ അതിൻ്റെ കൂടെ ഈ ഒരു സ്ട്രിങ്ങും കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ടെംപ്ലേറ്റ് ലിറ്ററലി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ആരും വിചാരിക്കരുത് ഇങ്ങനെ ടെംപ്ലേറ്റ് ലിറ്ററലി യൂസ് ചെയ്താൽ മാത്രമുള്ളതെന്ന് അറിയാം നമുക്ക് ഫെച്ച് ചെയ്താൽ കിട്ടുകയെന്ന്. അങ്ങനെയല്ല, ടെംപ്ലേറ്റ് ഇപ്പോൾ ഒരു സംശയം ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രം ടെംപ്ലേറ്റ് ലിറ്ററലി യൂസ് ചെയ്യാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് എന്താണ് ഈ സ്ട്രിങ്ങും കൂടി അതിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് ടെംപ്ലേറ്റ് ലിറ്ററൽസ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ ടെംപ്ലേറ്റ് ലിറ്ററൽസിൻ്റെ ക്ലാസ് നമ്മളുടെ ഓൾറെഡി ഇതിലുണ്ട്, നമ്മളുടെ ES6 ക്ലാസ്സിലുണ്ട്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് എന്താണ്, നമുക്കതിൻ്റെ മാപ്പാണ് നമ്മൾ യൂസ് ചെയ്തത്. ഇനി എന്താണ് ഫിൽറ്റർ നമുക്ക് എന്ത് ചെയ്യണം യൂസ് ചെയ്യണം. ആരോ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ എന്താണ് 40,000 താഴെയുള്ള എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പ്രിൻറ്റ് ചെയ്യണം എന്ന് പറയുകയാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ് ഇതിനെ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് വെച്ചു. ഇതിനെ കമൻറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ എന്താണ് ഇവിടെ ഈ മാപ്പിന് പകരം ഞാൻ എന്ത് പറഞ്ഞു, ഫിൽട്ടർ എന്ന് പറഞ്ഞു. ഈ മാപ്പിന് പകരം ഫിൽട്ടർ എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ എന്താണ്, നമ്മുടെ ആരോ ഫംഗ്ഷൻ നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ. ഞാൻ എന്ത് ചെയ്യണം, അതിനൊരു ആരോ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ ടെംപ്ലേറ്റ് ലിറ്ററൽസിൽ ഞാൻ എന്ത് പറയാണ്, ഇപ്പോൾ ഇവിടെ ഈ ടെംപ്ലേറ്റ് ലിറ്ററൽസിൽ ഞാനിവിടെ ഒഴിവാക്കിയിട്ട് ഞാൻ എന്ത് പറയാണ്, എൻ്റെ emp.salary, അതായത് ഈ എംപിലുള്ള സാലറി, ഈ എംപിലുള്ള ഡോട്ട് സാലറി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40,000 ആയിട്ടുള്ള കംപ്ലീറ്റ് പേരുടെയും ഡീറ്റെയിൽസ് എവിടെ ചെയ്യണം, ഫിൽട്ടർ ചെയ്തിട്ട് എവിടെ വെക്കണം, എംപിലേക്ക് സേവ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ റണ്ണ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എംപ്ലോയീസ് ഡോട്ട് ഫിൽട്ടർ ഒരു ചെറിയൊരു എററുണ്ട്, എംപ്ലോയീസ് നോട്ട് ഡിഫൈൻഡ്, അതെന്താണ് എംപ്ലോയീസ്, ഒരു മിനിറ്റ്. ഗൈസ് എന്താണെന്ന് വിചാരിച്ചാൽ സേവ് ചെയ്യാത്തൊരു ഇഷ്യൂ ഉണ്ടായിരുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ എംപ്ലോയീസിൻ്റെ ഈ ഫിൽറ്റർ ഇവിടെ യൂസ് ചെയ്തപ്പോഴേ അതിനുശേഷം നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് സേവ് ചെയ്തിട്ടൊന്ന് റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ ശരിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് നോക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൺ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടോ, നമുക്ക് 40,000-ൻ്റെയും താഴെയുള്ള ആളുകളുടെ സാലറി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ആരേ ഓഫ് ഒബ്ജക്റ്റ് ആയിട്ട് പ്രിൻറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ 60,000 എന്തില്ല, അതിൽ കാണുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ 40,000-ലും താഴെ മതി, ഈക്വൽ ടു വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്താണ് ആ 40,000-ലും താഴെയുള്ള ആളുകളുടെ സാലറി ഇവിടെ കാണാൻ വേണ്ടി പറ്റി. അപ്പോൾ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, ഈ എംപ്ലോയീസ് എന്ന് പറയുന്ന ഈ ഒരു ഇവിടെ ഇൻഡെക്സ്, ഇനിയിപ്പോൾ ഇൻഡെക്സ് ഇട്ടു വിചാരിച്ചിട്ടും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇൻഡെക്സ് ഇടുകയാണ് വിചാരിച്ചോ, ഇൻഡെക്സ് ഇട്ടാലും നമുക്കെന്താണ് ഇത് വർക്ക് ചെയ്യും, എററൊന്നും കാണിക്കില്ല. ഇൻഡെക്സിന് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് റിമൂവ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ വർക്കിംഗ് ആണ്. സോ ഞാനൊന്ന് ഓക്കെ ഇൻഡെക്സ് ഉണ്ടെങ്കിൽ എന്താണ്, നമുക്കെന്താണ് ചില കേസുകൾ ഇൻഡെക്സ് ഇട്ടിട്ടില്ലെങ്കിൽ, ഇൻഡെക്സിന് നമ്മുടെ ഡിവിഷൻ്റെ ഉള്ളിലൊക്കെ കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്കെന്താണ് ഒരു ചൈൽഡ് എറർ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ വേണ്ടി പറ്റും. അതിനാണ് നമ്മൾ ഈ ഇൻഡെക്സ് ഇതിൽ ഇപ്പോൾ തന്നെ ഇട്ടിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. അത് റിയാക്റ്റ് വരുമ്പോൾ ഞാൻ വളരെ നന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ നമുക്ക് എന്താണ് ഈ ഫിൽട്ടർ ഇതെന്താണ് ചെയ്യുന്നത്, ഈ ഒരു ഒബ്ജക്റ്റിനെ കംപ്ലീറ്റ് എന്ത് ചെയ്തെടുത്തു, ഈ ഒരു അറേ ഓഫ് ഒബ്ജക്റ്റിനെ കംപ്ലീറ്റ് എന്തെടുത്തു, ഫിൽട്ടർ ചെയ്തിട്ട് ഈ മാപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ഈ എം പിയിലേക്ക് ഓരോ ഫിൽട്ടർ ചെയ്തിട്ടുള്ള ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഈ എംപ് എന്ന് പറയുന്ന ഈ അരയിലേക്ക് ഓരോ ട്രൂ ആയിട്ടുള്ള ഓരോ വാല്യൂസിനെയും എടുത്തു വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അവസാനം ഈ എംപിലുള്ള വാല്യൂസിനെ ഈ എംപ് നെയിമിലേക്ക് സെൻഡ് ചെയ്യും. എത്ര അറേ ഡോട്ട് ലെങ്ത് എത്രയാണോ ഇത് അത്ര പ്രാവശ്യം എന്ത് ചെയ്യും, ഈ ഒരു ഫിൽട്ടർ വർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുന്ന എല്ലാത്തിനെയും എടുത്തിട്ട് ഈ എംപിൻ്റെ ഉള്ളിൽ വെക്കും. അതാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫിൽട്ടർ ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സ് കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്കെന്താണ് നേരിട്ട് നമുക്കതിനെ ക്ലിയർ ചെയ്യാം. ഇനി നമുക്കെന്താണ് ഇതിൻ്റെ റെഡ്യൂസ് മെത്തേഡ്, എന്താണ് റെഡ്യൂസ് മെത്തേഡ് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എംപ്ലോയി ലിസ്റ്റ് ഉണ്ട്. ആ എംപ്ലോയി ലിസ്റ്റിൽ ഒരു മാസം 40,000-ലും കുറവുള്ള സാലറി മേടിക്കുന്ന എത്ര ആളുടെ സാലറി, എത്ര അതിൻ്റെ ടോട്ടൽ എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, റെഡ്യൂസ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു കമ്പനിയിലെ മൊത്തം
എംപ്ലോയീസിൻ്റെ സാലറി കാണണം, അല്ലെങ്കിൽ ഇത്ര സാലറിയിൽ നിന്നും കുറവായിട്ടുള്ള ആളുകളുടെ സാലറിൻ്റെ ടോട്ടൽ കാണണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, റെഡ്യൂസ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റെഡ്യൂസ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഈ ജസ്റ്റ് ഫിൽറ്ററിൻ്റെ അവിടെ നമ്മൾ എന്ത് പറയും, റെഡ്യൂസ് എന്ന് പറയും. എന്നിട്ട് നമ്മൾക്ക് ഇവിടെ രണ്ട് ആട്രിബ്യൂട്ട് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, രണ്ട് ആട്രിബ്യൂട്ടിൽ ഒന്ന് നമ്മൾ സമ്മ് കൊടുക്കും, മറ്റേ ഇവിടെ നമ്മൾ എന്താണ് കൊടുക്കുന്നത്, ഇവിടെ വാല്യൂ ആണ് കൊടുക്കുക. ഈ രണ്ട് ആർഗ്യുമെൻറ്റിന് എന്താണെന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ നമ്മളെന്താണ് സമ്മ് വാല്യൂ കൊടുത്ത് ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മളെന്താണ് ഇവിടെ പറയുന്നത്, സം പ്ലസ് വാല്യൂ എന്ന് പറയാണ്. ഓക്കെ, നമ്മളെന്താണ് ഇവിടെ പറയുന്നത്, സം പ്ലസ് വാല്യൂ എന്ന് പറഞ്ഞു. ഇനി സം പ്ലസ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനെ ഈ നെയിമിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പോൾ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യണം, അതിനെ റൺ ചെയ്യാണ്. അതിനെ റൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റി, വീണ്ടും നേരത്തെ എംപ്ലോയീസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറയുന്ന ഒരു സംഭവം ആണ് നമുക്കിവിടെ കിട്ടിയത്. നമുക്ക് എന്താണ്, അതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. ഇതിനെന്താണ് ഒരു ആട്രിബ്യൂട്ട് നമ്മളിവിടെ ഇട്ട് കൊടുക്കണം, എന്താണ് 0 എന്ന് പറഞ്ഞിട്ട്. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ബ്രാക്കറ്റിന് ഇവിടെ ക്ലോസ് ചെയ്യേണ്ടത്. സോ ഇനി നമ്മളെന്താണ് വന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്താണ് റൺ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നോ സംതിങ് ഹാപ്പൻ, എംപ്ലോയി ഡോട്ട് റെഡ്യൂസ് എംപ്ലോയീസ് ഈസ് നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, ഒരു പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ പോകാം. സോ നമ്മളെന്താണ് ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് പറയാണ്, ഇവിടെ വന്നിട്ട് ഞാൻ എന്താണ് പറയുന്നത്, ടോട്ടൽ സാലറി എന്ന് പറയാണ്. ഇതിനെ നമ്മൾ എന്താക്കുന്നത്, ടോട്ടൽ സാലറി എന്നാക്കി. എന്നിട്ട് എന്താണ്, ഈ എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, റെഡ്യൂസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൊടുത്തു. റെഡ്യൂസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ട് നമ്മളെന്താണ് അതിൽ നമ്മളെന്താണ് സം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആട്രിബ്യൂട്ടും കൊടുത്തു, വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആട്രിബ്യൂട്ടും കൊടുത്തു. എന്നിട്ട് നമ്മളിവിടെ എന്താണ് പറയുന്നത്, സം പ്ലസ് വാല്യൂ, പിന്നെന്താണ് അതിനൊരു ആട്രിബ്യൂട്ട് നമ്മൾ എന്ത് ചെയ്യണം, 0 ആയിട്ട് സെറ്റ് ചെയ്യണം. ഇനി എന്താണ്, ഈ ടോട്ടൽ സാലറിനെ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ സെൻഡ് ചെയ്യാണ്. ഈ ടോട്ടൽ സാലറി ഇപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്, നമ്മൾ എംപ്ലോയീസിൽ നിന്നാണ് വരുന്നത് അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞു തരാം എന്താണെന്നുള്ളത്. റൺ കോഡ് കൊടുത്തു. റൺ കോഡ് കൊടുത്തിട്ട് ഇവിടെ എന്താണ്, ഇപ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് നട്ടി ഇത് വർക്ക് ആകുന്നുണ്ട്. ഇവിടെ ഒബ്ജക്റ്റ് എന്നാണ് കിട്ടുന്നത്. സോ എന്താണ് പ്രശ്നം എന്നുള്ളത് നോക്കി നോക്കാം. ഇവിടെ നമ്മളെന്താണ് ഒരു ചെറിയ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. ഈ സം എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. സം എന്താണെന്നുള്ളത് പറഞ്ഞു തരാം. ഈ വാല്യൂ എന്നുള്ളത് എന്താണെന്ന് അറിയോ, ഇതിലെ എന്തിനെയാണോ നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഇവിടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത് കണക്കാക്കുന്ന ഇവിടെ സാലറി എന്നാണ്. അപ്പോൾ നമ്മളിവിടെ എന്താണ് ക്ലിയർലി മെൻഷൻ ചെയ്ത് കൊടുക്കണം സാലറി. ഓക്കെ, സാലറി എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്ത് കൊടുക്കണം. ഈ 0 നമുക്ക് എന്താണ് ഇവിടെ ഈ പാരാമീറ്റർ ഇവിടെ അതിൻ്റെ സിൻടാക്സ് അങ്ങനെയാണ്. പിന്നെന്താണ് ഈ സമ്മിൽ വരുന്നത് എന്താ വെച്ചാൽ, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആകുകയാണെങ്കിൽ ഇപ്പോൾ ഓരോ കണ്ടീഷനിലും ഓരോ ഇതിലൂടെ ട്രാവേഴ്സ് ചെയ്യുന്ന സമയത്തും ഈ ഒരു 40,000 എടുത്തിട്ട് സമ്മിൽ വെക്കും. എന്നിട്ട് എന്താണ് അതിനെ എന്ത് ചെയ്യും, ഈ വാല്യൂ ഡോട്ട് ഈ സാലറി ഡോട്ട് ഇതിനെ സം ചെയ്യും. അപ്പോൾ അതിൻ്റെ സം ഇവിടെ ഉണ്ടാവും. വീണ്ടും അടുത്തതിലേക്ക് ട്രാവേഴ്സ് ചെയ്യും, ഇതിനെടുക്കും. ഈ വാല്യൂ ഡോട്ട് സാലറി ഇതിനെടുക്കും. എന്നിട്ട് എന്താണ് ഈ സമ്മിനോട് കൂടി ആഡ് ചെയ്യും. അങ്ങനെ 60,000 ആയി. പിന്നെയും ഈ അടുത്ത ഒബ്ജക്റ്റിലേക്ക് ട്രാവേഴ്സ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അതിനെ 60 വാല്യൂ ഡോട്ട് സാലറി 60 എന്ന് പറഞ്ഞിട്ട് എടുത്തു. അതിനെ ഈ സമ്മിലോട്ട് ആഡ് ചെയ്തു. അപ്പോൾ ഈ 60 + 60 എത്രയായി, 120 ആയി. അങ്ങനെ 120 150 ആയി, 150 165 ആയി. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് എന്താണ് അത് വർക്കിംഗ് ആണോ എന്നുള്ളത് നോക്കുക. നമ്മളെന്താണ് റൺ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ വർക്കിംഗ് ആയിരിക്കും. ഓക്കെ, ഇതവിടെ കണ്ടോ, 1,65,000 ആണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് സാലറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുമോ, അത് അങ്ങനെ കിട്ടി. ഇനി നമുക്ക് എന്താണ് 40,000 താഴെയുള്ള സാലറിയാണ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഈ നെയിമിനെ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ഈ എംപ്ലോയീസ് ഉള്ളതിനെ ഇപ്പം മൊത്തം സാലറി കാണാൻ നമ്മൾ യൂസ് ചെയ്തു. അപ്പോൾ എംപ്ലോയീസ് നെയിമിനെ യൂസ് ചെയ്യാൻ നമ്മളെന്താണ് ആദ്യം ഒന്ന് ഫിൽട്ടർ ചെയ്തു, പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് റെഡ്യൂസ് ചെയ്തു. അപ്പോൾ 40,000 താഴെയുള്ള സാലറിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കാണാൻ വേണ്ടി പറ്റും. ഇവിടെ വരിക, ജസ്റ്റ് റൺ കോഡ് കൊടുക്കുക. ഇപ്പം എന്താണ് 40,000 താഴെ സാലറി മേടിക്കുന്ന ആൾക്കാരെത്രയാണ്, 1,00,000 സാലറി മേടിക്കുന്ന ആളുകൾ ഇതൊക്കെയാണ്. എത്രയാണ് അവരുടെ ടോട്ടൽ സാലറി, 1,05,000 ആണ്.
സോ അതെങ്ങനെ ഇവിടെ വന്നെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? രണ്ട് സംഭവമാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് അതിനെ മാപ്പ് ചെയ്തിട്ട് അതിനൊരു വേരിയബിളിൽ എടുത്ത് വെച്ചു. എങ്ങനെയാണ്, എന്തിൻ്റെ കണ്ടീഷനിലാണ് മാപ്പ് ചെയ്തത്? ഒരു ഫിൽട്ടർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്ത് ഫിൽട്ടർ ചെയ്തിട്ട് 40,000-നും താഴെയുള്ള എംപ്ലോയീസിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എടുത്ത് വെച്ചു. എന്നിട്ട് ആ എംപ്ലോയി നെയിമിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ കണ്ടോ, ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൊത്തം ടോട്ടൽ സാലറി, ഇതിൻ്റെ മൊത്തം ടോട്ടൽ സാലറി നമ്മൾ കാണുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള രീതിയിൽ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഒരു മാപ്പ്, ഒരു ഫിൽട്ടർ ഫംഗ്ഷനും ഒരു റെഡ്യൂസ് ഫംഗ്ഷനും നമ്മൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ ജാവാസ്ക്രിപ്റ്റിൻ്റെ ആരോ ഫംഗ്ഷനെ യൂസ് ചെയ്തിട്ടുള്ള മാപ്പ്, ഫിൽട്ടർ, റെഡ്യൂസ് എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ്സിൽ പറയാനുള്ളത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള ലൈവ് എക്സാമ്പിളുകൾ, ഇപ്പോൾ ഇതൊരു എംപ്ലോയി ഡീറ്റെയിൽസ് ആണ്, നിങ്ങൾക്ക് എന്താ ഒരു സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ്. ഇപ്പോൾ നിങ്ങൾ ഷോപ്പിംഗ് കാർട്ടൊക്കെ യൂസ് ചെയ്യുന്നില്ലേ, അപ്പോൾ അത്തരത്തിലുള്ള പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ എടുത്തിട്ട് നിങ്ങൾ എന്താണ് ഒരു ലൈവ് എക്സാമ്പിൾസ് നിങ്ങൾ സ്വയം ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലുള്ള എല്ലാ സംഭവങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഡെവലപ്പ് ചെയ്യുക, ഒന്ന് കോഡ് എഴുതുക, അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെന്താണ്, ഇത് തറവാക്കി പഠിക്കണം. ഇതിനെ യൂസ് ചെയ്തിട്ടാണ് ഇനി നമ്മളുടെ കംപ്ലീറ്റ് വെബ് ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ Node.js-ഉം React.js-ഉം ക്ലാസ്സുകൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത് എന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ ഗായ്സ്, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.